തീർച്ചയായും സജിത്ത്, ഇവിടെ ഒരുപാട് മനുഷ്യരുണ്ട്, നമുക്ക് അവരോട് ചോദിക്കാം എന്താണ് അവരുടെ മനസ്സിലുള്ള വികാരം എന്നുള്ളത്. നമുക്ക് ചോദിക്കാം. നിങ്ങള് ഇത് ഇവിടെ വലിയ ആവേശത്തിലാണ് അവരുള്ളത്. എന്താണ് നിങ്ങള് പ്രിയപ്പെട്ട കരിവീരൻ ഏതാണ്? അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനില്ല, നമുക്ക് ഏതാണേലും നമ്മുടെ പരിപാടി ഭംഗിയായിട്ട് നടക്കണം, അതാണ് നമ്മുടെ ആഗ്രഹം. അത് എല്ലാം വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം തെച്ചിക്കോട്ടുകാവായിരുന്നു, അപ്പോൾ നാളെ ഉണ്ട് തെച്ചിക്കോട്ടുകാവ്. അപ്പോൾ തൃശ്ശൂർക്കാർക്ക് ആനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങിൽ മെയിൻ സ്ഥാനം വഹിക്കുന്ന ആന എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ആന ഏതായാലും നമ്മുടെ ഈ പരിപാടികൾ ഭംഗിയായിട്ട് നടക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളെ പോലെയുള്ള ഇവിടെ 100 കണക്കിന് ആളുകൾ ഇവിടെ കൂടി നിൽക്കുന്നതും ഈ കാത്തു കെട്ടി നിൽക്കുന്നതും. മഴ ചതിക്കുന്നു വിചാരിച്ചു, പക്ഷെ വടക്കുണ്ടാകും നമുക്കതൊക്കെ മാറ്റി നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നിട്ടുണ്ട്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഏതെങ്കിലും ആനയോട് ഇഷ്ടമൊക്കെ ഉണ്ടോ? ഏതാ പറ. രാമേന്ദ്രൻ ഇപ്പൊ ഇന്നില്ലല്ലോ, നാളെ ഉണ്ടല്ലോ. അപ്പൊ രാമനോട് എന്താ ഒരു പ്രത്യേക ഇഷ്ടം തോന്നാൻ കാരണം? അതിന് എന്റെ ചെറുപ്പത്തിൽ കണ്ടപ്പോ എനിക്ക് ഇഷ്ടം തോന്നി. ഇപ്പൊ ഒരുപാട് പ്രായമായവന് 60 വയസ്സായിട്ടുള്ളോ? ആർക്ക്? രാമന്റെ കാര്യല്ല, മോന്റെ ചെറുപ്പത്തിലാണ് കണ്ടിഷ്ടമായതാണെന്നല്ലേ പറഞ്ഞു. ഇപ്പൊ മോന് ഒരുപാട് പ്രായമായിട്ടില്ലല്ലോ. എനിക്ക് 7 വയസ്സായിട്ടുള്ളോ? 7 വയസ്സായിട്ടുള്ളൂ. അപ്പൊ എത്ര വയസ്സിൽ കണ്ടു രാമനെ? ഞാൻ 1 വയസ്സില്. 1 വയസ്സിലെ കണ്ട ഓർമ്മയൊക്കെ ഉണ്ട്. എന്താ രാമന്റെ ഇഷ്ടം? എന്താ രാമന്റെ തുമ്പിക്കൈയാണോ? അങ്ങനെ എന്തെങ്കിലും പ്രത്യേക ഇഷ്ടങ്ങളുണ്ടോ? രാമന്റെ ഭംഗി. രാമന്റെ ഭംഗി, പിന്നെ രാമന്റെ ഹൈറ്റും അതൊക്കെ കണ്ടിട്ടാണ് എനിക്ക് രാമനോട് ഇഷ്ടം തോന്നിയത്. സഹിത ഇതാണ് കൊച്ചു കുട്ടികൾ തുടങ്ങുകയാണ് ഓരോ ഇഷ്ടങ്ങൾ. എങ്ങനെയാണേ? ഞാന് തൃശ്ശൂർക്കാരിയാണ്. അതിലുപരി കുഞ്ഞുങ്ങളൊക്കെ ആയതുകൊണ്ട് വരാൻ പറ്റും. ഫസ്റ്റ് ടൈമാണ് കുഞ്ഞു നിന്ന് ഇതായി കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈമാണ് ഈ നട തള്ളി തുറക്കുന്നത് കാണാതിരിക്കുക. അത് ഫ്രണ്ട് സൈഡിൽ അതിന്റെ ഒരു ആവശ്യം. പിന്നെ രാമനില്ലാത്തതിന്റെ ഒരു വിഷമം നല്ല പോലെയുണ്ട്, തള്ളി തുറക്കണത് കേട്ടാ. അപ്പൊ എങ്ങനെയാന്നുള്ളത് കണ്ടനുഭവിക്കണല്ലോ. രാമനോട് അങ്ങനെ ഒരു ഇഷ്ടം നിങ്ങൾക്ക്? ആ ഒരു ഇടിപ്പ്, ആ രാമനെ വെല്ലാനുള്ള ഒരു തലയുടെ ഒരു ഇതില്ലേ, അങ്ങനെ നോക്കിയിട്ട് നിൽക്കുമ്പോഴേ രാമന് നമുക്ക് വേറെ ഒന്നും കാണാൻ പറ്റില്ല. ഇതിപ്പോ ഇവിടെ നിന്നാൽ ശരിക്കും നമുക്ക് ഗോപുരം പോലും കാണാൻ പറ്റില്ല. അതേപോലത്തെ ഒരു ഇടുപ്പ് രാമനെ കഴിഞ്ഞിട്ടുള്ളൂ. ചേട്ടന്റെ ഒരു അനുഭവം എങ്ങനെയാ? ഏതെങ്കിലും രാമനോടാണോ ഇഷ്ടം? പിന്നെ ഒരു കാണാനൊരു ആനച്ചന്തം തന്നെ ഉണ്ടല്ലോ. എങ്ങനെയാ നിങ്ങളുടെ കാര്യം? രാമനെ നോക്കിയാണ് ഇത്ര നാൾ നിന്നത്. പക്ഷെ 2 പ്രാവശ്യം വന്നിട്ട് കണ്ടിരുന്നു. പിന്നെ ഈ പ്രാവശ്യം ഇല്ലാത്തതിന്റെ ഒരു സങ്കടമുണ്ട്. നാളെ വരുന്നുണ്ടല്ലോ. നിങ്ങൾ രാവിലെ തന്നെ വരും. രാമനൊപ്പമായിരിക്കും രാവിലെ. അതെ അതെ. എന്താ അവസ്ഥ? അത് തന്നെ, രാമനൊരു ഭയങ്കര മിസ്സാണ്. പിന്നെന്താ തന്നെ. സജിത്ത്, സംശയമെല്ലാം മാറിയെന്ന് വിചാരിക്കുന്നു. ഇവര് സംശയലേശമന്യേ 7 വയസ്സുകാരനടക്കം രാമന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. പക്ഷെ ചിലരൊക്കെ പറയുന്നുണ്ട് അങ്ങനെ രാമൻ എന്ന് മാത്രമല്ല പല ആനകളെ ഇഷ്ടമുള്ള ഇതൊക്കെ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ഇവരുടെ എല്ലാം ഒരു വികാരം അത് രാമനൊപ്പമുണ്ട്. അത് രാമന്റെ തലയെടുപ്പ് തുടങ്ങി അത് തൃശ്ശൂരുകാരെ ഇതാ കേട്ടില്ലേ, 1 വയസ്സ് മുതൽ ആനകളെയൊക്കെ കണ്ട് അതിനൊപ്പം ചേർന്നുകൊണ്ട് അതിന്റെ ഒരു വികാരത്തിൽ അലിഞ്ഞു ചേരുന്ന മനുഷ്യരാണ് ഇവരെല്ലാവരും. അതേ ഒരു ആവേശമാണ്. സ്ത്രീ പുരുഷ വ്യത്യാസമില്ല, കുട്ടികളുടെ വ്യത്യാസമില്ല, അങ്ങനെ എല്ലാവരും നിന്നുകൊണ്ട് ഈ ഒരു ആവേശം, ഈ ഒരു പൂര ലഹരിയിലേക്ക് കൊണ്ടുവരാനുള്ള വലിയ ഒരുക്കത്തിലാണ്. എന്തായാലും ഇനി കാത്തിരിപ്പിന്റെ നിമിഷങ്ങൾ ഇവിടെ തുടരുകയാണ്. വൈകാതെ ഇത് ക്ഷേത്രത്തിനുള്ളിലേക്ക് ഈ എഴുന്നള്ളിപ്പ്, നെയ്തലക്കാവിലമ്മയുടെ എഴുന്നള്ളിപ്പ് കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം അവിടെയും ചില ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകൾ പൂർത്തിയായ ശേഷമാണ് നമുക്ക് പിന്നിൽ കാണുന്ന ഈ തെക്കേ ഗോപുര നട തുറക്കുക. തെക്കേ ഗോപുര നടയ്ക്ക് വലിയ പ്രാധാന്യം. ഈ പൂരത്തിലെ ഏറ്റവും സസ്പെൻസുകളെല്ലാം തെക്കേ ഗോപുര നടയിലെ പ്രധാനപ്പെട്ട കാഴ്ചയാണ്. പൂരം എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ ചിത്രം അത് തെക്കേ ഗോപുര നടയ്ക്ക് ഇരുവശവുമായി അഭിമുഖമായി നിൽക്കുന്ന ഈ തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളുടെ കുടമാറ്റത്തിനടക്കമുള്ള ചടങ്ങുകൾ, തെക്കോട്ടിറക്കം ഉൾപ്പെടുന്ന ചടങ്ങ്. ഇനിയിപ്പോ ഇതാ പൂര വിളംബരം തുടങ്ങുന്നത് പോലും ഇവിടെ നിന്നാണ്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഈ തൃശൂർ ജനത മുഴുവനുള്ളത്. ഇവർ രാവിലെ മുതൽ തന്നെ ഏതാണ്ട് 7 മണി മുതൽ തന്നെ വന്നവരുണ്ട്. പിന്നീട് പല ചടങ്ങുകൾക്കായി പോയി വീണ്ടും ഇവിടേക്ക് ഈ ഒരു വിളംബരം, ഈ തെക്കേ ഗോപുര നട തുറക്കുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ശരി, എന്തായാലും പൂരാവകാശം കൊട്ടിക്കയറട്ടെ.